ലോക കേരള സഭ നടത്തിപ്പിനായി 2 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. സമ്മേളന ചെലവിനത്തിൽ 1 കോടി രൂപയും ലോക കേരള സഭ സെക്രട്ടേറിയറ്റിനും ശുപാർശകൾ നടപ്പാക്കാനുമായി 1 കോടി രൂപയുമാണ് അനുവദിച്ചത്. സമ്മേളനത്തിനായുള്ള താമസത്തിനും വേദിയും വഴികളും അലങ്കരിക്കാനുമായി മാത്രം 60 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. അതിൽ പാലോട് വിശദാംശങ്ങളുമായി. അതിലെപ്പോഴാണ് ലോക കേരള സഭ, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? 3 മുതൽ 15 വരെയാണ് ലോക കേരള സഭ തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ നടക്കുന്നത്. ഇതിനായുള്ള തുകയാണ്, ചെലവിന് വരുന്ന തുകയുടെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 2 കോടി രൂപ അനുവദിച്ചാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിന് 10 ലക്ഷം, താമസത്തിന് 25 ലക്ഷം, വേദിയും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷം, ടിക്കറ്റിനായി 5 ലക്ഷം, ഈ എയർ ടിക്കറ്റിൻ്റെ കാര്യമാണ്, പബ്ലിസിറ്റിക്ക് 5 ലക്ഷം, മറ്റാവശ്യങ്ങൾക്ക് 20 ലക്ഷം എന്നിങ്ങനെ 1 കോടി രൂപയാണ് സമ്മേളന ചെലവിലേക്ക്, നടത്തിപ്പ് ചെലവിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിൻ്റെ നടത്തിപ്പിനായി 50 ലക്ഷം രൂപയും ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിനായി മറ്റൊരു 50 ലക്ഷവും അനുവദിച്ചു. ആകെ 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള സഭ ധൂർത്താണെന്നും ആവശ്യമില്ലാത്ത പരിപാടിയാണെന്നുള്ള പ്രതിപക്ഷ വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് സർക്കാർ ഈ പ്രതിസന്ധിക്കിടെ എന്നുകൂടി പറയേണ്ടി വരും, ലോക കേരള സഭ നടത്തിപ്പിനും അതിൻ്റെ അലങ്കാരത്തിനുമൊക്കെയായി 2 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. നികേഷ്, അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.